ഹലോ എവരിവൺ, വെൽക്കം ടു ഫിനാൻസ് വിത്ത് അലക്സ് ആൻഡ് അലൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന NRIക്കാർക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു സ്കീമാണ്. കേരള NRIസിന് പറ്റിയ ഒരു അടിപൊളി പെൻഷൻ സ്കീമാണ്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്പേഴ്സ് വെച്ചിട്ട് മൊത്തം ഷീറ്റ് ആക്കിയിട്ട് നമ്മൾ കാണും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, ആര് ചെയ്യണം, ഇത് FDനെക്കാളും നല്ലതാണോ, അല്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ തന്നെ ചെയ്യാൻ പാടുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു NRK നോൺ റെസിഡൻറ്റ് ഓഫ് കേരളയാണ്, നിങ്ങളൊരു NRI ആണ്, പുറത്ത് അബ്രോഡ് വർക്ക് ചെയ്യുന്ന നിങ്ങളൊരു NRI അല്ലെങ്കിൽ NRK ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കാണുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു മലയാളി പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവില്ല, അവർക്ക് ഡെഫിനറ്റ്ലി അയച്ചു കൊടുക്കുക. അവരെന്താണ് നിങ്ങൾ നന്ദി പറയും. ആൻഡ് ഈ കാര്യം കുറേ ആൾക്കാർക്ക് അറിയില്ല, അപ്പോൾ എല്ലാവരും അറിയണം. അപ്പോൾ ഒരു സിമ്പിൾ ലൈനിൽ ഞാൻ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആക്കി തരണം. ഞാൻ പറഞ്ഞുതരാം. വെറും 21,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ് ടു 10 lakhs വരെയുള്ള ബെനിഫിറ്റ്സ് കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡെഫിനറ്റ്ലി 21,000 എന്ന് പറയുമ്പോൾ ഒരു വളരെ സ്പെഷ്യൽ കേസാണ്. പക്ഷേ നിങ്ങൾക്ക് 10 ലക്ഷം വരെയുള്ള പ്യുവർ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കേരള ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വെൽക്കം ടു കേരള പ്രവാസി പെൻഷൻ സ്കീം. നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം ഇതിനെപ്പറ്റി നോക്കാൻ പോവാണ്. ഇത് FD വെച്ച് കമ്പയർ ചെയ്യും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു NRI ആണ്, ഡെഫിനറ്റ്ലി ഫസ്റ്റ് വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. NRIക്കാർക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി എല്ലാം അവിടെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളൊരു NRI ആണ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്സിലോ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി അറിയാനും പഠിക്കാനും താല്പര്യമുണ്ട്. സോ ദാറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് താഴത്തെ ഗൂഗിൾ ഫോമിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ NRI വീഡിയോസ് ഉണ്ടാക്കാം ആൻഡ് ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ കേരള പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ പൈസേൻ്റെയും കാര്യത്തിലേയും കിടക്കുന്നതിന് ബേസിക്സ് ഒന്ന് മനസ്സിലാക്കാം. ഇത് കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കേരള ഗവൺമെൻറ് ബാക്ക്ഡ് ആണ്. ഇത് NRK നോൺ റെസിഡൻറ്റ് ഓഫ് കേരള. അപ്പോൾ നോൺ റെസിഡൻറ്റ് കേരളൈസ്, അപ്പോൾ കേരളത്തെ അല്ലാത്ത മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്കീം നിങ്ങളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ഗ്യാരണ്ടീഡ് പെൻഷൻ കിട്ടും 60 വയസ്സാകുമ്പോൾ. അതുപോലെ നിങ്ങൾക്ക് ഫാമിലി ബെനിഫിറ്റ്സ് ഉണ്ട്, എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടോ. അപ്പോൾ ഈ സ്കീമിൽ നിങ്ങൾ ഉൾപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, എന്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാം കാര്യം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ കുറേ വെൽഫെയർ എയ്ഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെ മാർക്കറ്റിലെ പോലെ നിങ്ങൾക്ക് ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി അല്ല. പക്ഷേ കേരള ഗവൺമെൻറ് NRKസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ട് വളരെ അടിപൊളി ഒരു പെൻഷൻ സ്കീമാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ റിട്ടേൺസ് അല്ല, നിങ്ങൾ ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അന്തം വിട്ടു പോകും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ജോയിൻ ചെയ്യായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനോ ഡിമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഫാക്ട്സ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം ലൈക്ക് ഒന്ന് ചെയ്തേക്കും. ഫസ്റ്റ് തന്നെ ഇത് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് വെൽഫെയർ ആക്ടിൻ്റെ 2008 ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ബാക്കിംഗ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും? 18 മുതൽ 60 വയസ്സുള്ള ആൾക്കാർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഇനി മനസ്സിലാക്കേണ്ടത് 3 കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 1A ആണ്. നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് വർക്കിംഗ് അബ്രോഡ്, അപ്പോൾ വിദേശ രാജ്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. 18 വയസ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, 60 വയസ്സ് വരെ എൻഡ് ചെയ്യുന്നത്. 1B എന്ന് പറയുമ്പോൾ റിട്ടേൺഡ് ആൻഡ് സെറ്റിൽഡ് ഇൻ കേരള. നിങ്ങൾ 2 വർഷമെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ പുറത്ത് ജോലി ചെയ്തിട്ട് ഇപ്പം കേരളത്തിൽ റിട്ടേൺ ആൻഡ് സെറ്റിൽഡ് ഉള്ളവർ. അല്ലെങ്കിൽ എന്താ 2A വർക്കിംഗ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് കേരള. അപ്പോൾ കേരളത്തിന് പുറത്ത് പക്ഷേ എന്താണ് മലയാളികളാണ്, പക്ഷേ ഇന്ത്യയിൽ തന്നെയാണെന്നുള്ള ആൾക്കാരാണ് 2Aയിൽ വരിക. ഇനി നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു 200 rupees നിങ്ങൾ എന്താണ് ബേസിക്കലി ഒരു 1 time രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി സ്കീമിലേക്ക് വരാം. നിങ്ങൾ 1A പുറത്ത് ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണെങ്കിൽ അല്ലെങ്കിൽ കേരളായിട്ട് ആണെങ്കിൽ നിങ്ങൾ 350 രൂപ മാസം SIP പോലെ കൊടുക്കണം. ഓക്കെ, ബേസിക്കലി നിങ്ങൾ കേരള ഗവൺമെൻറ് 350 രൂപ മാസം നിങ്ങൾ SIP ആയിട്ട് കൊടുക്കണം. ഇത് കണ്ടിന്യൂസ്ലി കൊടുക്കുക. ഇടയ്ക്ക് ബ്രേക്ക് ആയാൽ അതിൻ്റെ ഫൈനൊക്കെ അറിയറൊക്കെ അടച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഒരു ചെറിയ എമൗണ്ടാണ് 350. നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബിരിയാണീൻ്റെ പൈസ 2 ബിരിയാണീൻ്റെ പൈസ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ കാണും. ഇനി 1B അല്ലെങ്കിൽ 2A കാറ്റഗറിയിൽ പെടുന്നവർ. 1B എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് വന്നവർ, സെറ്റിൽ ചെയ്തവർ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ്റെ ഉള്ളിൽ പക്ഷേ കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ 200 rupees per month ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനെക്കാളും കുറവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1B അല്ലെങ്കിൽ 2A കാറ്റഗറിയിൽ വരുന്നൊരു 200 rupees ഫിക്സ്ഡ് ആണ്. ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പെൻഷൻ്റെ ബേസിക് കാര്യം ഞാൻ അവിടെ കാണിച്ചു തരാം, പക്ഷേ കണക്കൊക്കെ പ്രോപ്പറായിട്ട് ശീലിലെ പിന്നെ കാണിച്ചു തരാം. മിനിമം മന്ത്ലി പെൻഷൻ നിങ്ങൾ 60 വയസ്സ് വരെ, ഓക്കെ, 60 വയസ്സാകുമ്പോഴാണ് തുടങ്ങുക. അപ്പോൾ ഒരു 5 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ സ്കീം ചെയ്താലേ കിട്ടില്ല. അപ്പോൾ 55 വയസ്സിനെങ്കിലും തുടങ്ങണം. ഓക്കെ, 18 വയസ്സിന് തുടങ്ങാം, 20 വയസ്സിന് തുടങ്ങാം, 30 തുടങ്ങാം, 55 ലാസ്റ്റ് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ 55 തുടങ്ങിയാലേ നിങ്ങൾക്ക് 60 ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുക. അപ്പോൾ 5 വർഷം അടുപ്പിച്ച് മാസാമാസം 350 രൂപ കൊടുത്താൽ 1A കാറ്റഗറിക്കുള്ള ആൾക്ക് മന്ത്ലി പെൻഷൻ എത്രയാണ്? 3500 രൂപ. ഓക്കെ, ഇത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉണ്ടാവും. ഇനി 1Bയിൽ 2Aയിൽ വരുന്ന ആൾക്ക് 3000 രൂപ. ഓക്കെ, നിങ്ങൾ കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കുറവാണ് കിട്ടുക. ഇഫ് യു പെയ്ഡ് കണ്ടിന്യൂസ്ലി അപ് ടു 60, അങ്ങനെ പറഞ്ഞാൽ
55 ലാസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ 55 അല്ലെ 50 വയസ്സാകുമ്പോഴോ അല്ലെ 40 വയസ്സാകുമ്പോൾ 20 വയസ്സായിക്കോട്ടെ, മാസം ₹350 നിങ്ങൾ കൊടുത്തിരിക്കണം 60 വയസ്സ് എൻഡ് ചെയ്യുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ ആക്ടിവേറ്റ് ആവുള്ളൂ. ലോയൽറ്റി ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 5 വർഷം നിങ്ങൾക്ക് പെൻഷൻ കിട്ടി കഴിഞ്ഞ് തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് 3% കൂട്ടി വരും. പക്ഷേ അതൊരു പോയിന്റ് വരെ കൂടുള്ളൂ. ബേസിക്കലി എന്താണ് ഇതിന് ഡബിൾ ആവുന്നത്, 3500 ഡബിൾ 7000 വരെ മാക്സിമം നിങ്ങൾക്ക് ഈ 3% കൂട്ടി കിട്ടുള്ളൂ. ഓക്കെ, അത് അടുത്ത പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഉണ്ട്, ടോട്ടൽ ക്യാപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ 12 മാസത്തിനേക്കാളും കൂടുതൽ ഇത് മിസ്സായാൽ, ഓക്കെ, അടുപ്പിച്ച് 12 മാസം നിങ്ങൾ കൂടുതൽ നിങ്ങൾ ക്യാൻസൽ ആയി ബേസിക്കലി. പക്ഷേ ക്യാൻ ബി റിവൈഡ് ബൈ പേയിങ് അറിയേഴ്സ് ആൻഡ് പെനൽറ്റി. അപ്പോൾ നിങ്ങൾ മിസ്സായത് നിങ്ങൾ അടയ്ക്കണം ₹350 ആൻഡ് പെനൽറ്റി ഒക്കെ ചെയ്യണം. പക്ഷേ നിങ്ങൾ മിസ്സാക്കാതിരിക്കാൻ നോക്കുക. 1-2 ബിരിയാണീൻ്റെ കണക്കാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കണക്ക് കാണുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യൂല, എനിക്ക് ഉറപ്പാണ്. ഇനി കേരള പ്രവാസി സ്കീമിന് വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് 60 വയസ്സ് കഴിഞ്ഞാൽ മാസം ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കും, മെല്ലെ കൂടിക്കൊണ്ടിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡെത്ത് കഴിഞ്ഞാൽ 50% ഓഫ് ദ എലിജിബിൾ പെൻഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 7,000 ആയിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 3,500 പകുതിയാണല്ലോ, അത് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്പൗസ് ആവാൻ, ചിൽഡ്രൻ അണ്ടർ 21 അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതും പോരാതെ വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം, പക്ഷേ ഇതിലൊക്കെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം മെയിൻ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന പെൻഷനാണ്. ഇതൊന്ന് ഞാൻ വേഗം പറയാം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു അപ് ടു 50,000 ഇൻ ടോട്ടൽ പീരീഡ്. അത് നിങ്ങൾക്ക് ചില പ്രത്യേക ഹോസ്പിറ്റൽസ് കിട്ടുള്ളൂ. മാരേജ് അസിസ്റ്റൻ്റ് ഉണ്ടാവും. നിങ്ങളൊരു മെമ്പറാണ്, നിങ്ങളുടെ ഡോട്ടർ, നിങ്ങളുടെ ഒരു പെൺകുട്ടിൻ്റെ കല്യാണത്തിന് നിങ്ങൾക്ക് ₹10,000 കിട്ടും. അത് 2 പ്രാവശ്യമേ കിട്ടുള്ളൂ, 2 കുട്ടികളുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഇവർ. മെറ്റേണിറ്റി അസിസ്റ്റൻസ് കിട്ടും. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ അതിന് ₹3,000 ആണ് മെറ്റേണിറ്റി കിട്ടുക. അബോഷനും അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓൺ മെമ്പേഴ്സ് ഡെത്ത്. മെമ്പറിൻ്റെ ഡെത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിക്ക് 1A വരുന്നവരാണ് 50,000, 1B വരുന്ന 30,000, അങ്ങനെ പൈസയും കിട്ടുന്നതായിരിക്കും. ഇനി ഇതും പോരാതെ നിങ്ങൾക്ക് ഹൗസിംഗ് സബ്സിഡി, 5% ഇൻട്രസ്റ്റ് സബ്സിഡി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ വായിച്ച് നോക്കുക. ഇതൊന്നുമല്ല മെയിൻ ബെനിഫിറ്റിലേക്ക് നമുക്ക് കിടക്കാൻ പോകണം. പ്രോപ്പറായിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. NRI വീഡിയോ ചെക്കൗട്ട് ചെയ്തത് ആ NRI വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്കീമിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കിട്ടും, എത്ര പൈസ നിങ്ങൾ ഇടണം, ഇതുകൊണ്ട് ലാഭമുണ്ടോ അല്ലെങ്കിൽ എത്ര ലാഭമുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം മൊത്തം നോക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞ പൈസകൾ വെച്ചിട്ട് അല്ലെങ്കിൽ പെൻഷൻ വെച്ചിട്ടാണ് ഞാൻ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത്. ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ബാക്ക്ഡ് ആയ സംഭവമുണ്ട്. അത്ര പെട്ടെന്നൊന്നും മാറില്ല. പക്ഷേ മാറുകയാണെങ്കിൽ ഇതിൽ കണക്ക് ചെറുതായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഷീറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം സ്റ്റാർട്ടിംഗ് ഏജ്. അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരുടെ ഏജിനനുസരിച്ചിരിക്കും ഇത് എത്ര ബെനിഫിഷ്യൽ ആണെന്നുള്ള കാര്യങ്ങൾ. കുറേ അസംഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊരു 55 വയസ്സാണ് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം 60 വയസ്സ് വരെ നിങ്ങൾ 5 വർഷമെങ്കിലും മിനിമം അടച്ചിരിക്കണം എന്നാണ് റൂള്. അപ്പോൾ 55 വയസ്സിൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ 5 വർഷം ഈ ₹350 മാസം അടച്ചുകൊണ്ടിരിക്കണം. മന്ത്ലി പേയ്മെൻറ്റ് 350 വരിക, ഇയർലി. അപ്പം നിങ്ങൾ 5 വർഷത്തേക്ക് നിങ്ങൾ 4,200 × 5 ടോട്ടൽ എത്രയാണ്? ₹21,000 നിങ്ങൾ 60 വയസ്സാകുമ്പോൾ അടച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്താ കിട്ടാവുന്നത്? ₹3,500 പെർ മന്ത് കിട്ടും. രസമുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ₹350 5 വർഷത്തേക്ക് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് മാസം കിട്ടാവുന്നത് 3,500 ആണ്. ഇനി ഇയർലി പെൻഷൻ എന്താ? അപ്പം 3,500 × 12 എത്ര? ₹42,000 നിങ്ങൾക്ക് ഇയർലി പെൻഷൻ കിട്ടും. ഇനി മെമ്പർ പെൻഷൻ ഫോർ 20 ഇയേഴ്സ്. ഞാനിവിടെ ഒരു അസംഷൻ എടുത്താൽ നിങ്ങൾ 60 വയസ്സിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളൊരു മിനിമം 20 ഇയേഴ്സ് ജീവിക്കുന്നുള്ള ഒരു അസംഷനാണ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്റ്റൻസിയും അതേപോലെ തന്നെ മെഡിക്കൽ കെയറും വെച്ചിട്ട് 70-80 ഡെഫിനറ്റ്ലി കൂടുതൽ നമ്മളെല്ലാവരും ജീവിക്കും. അതുപോലെ നിങ്ങളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ ഇപ്പോൾ 30s 40s ആണെങ്കിൽ നിങ്ങൾ 60s എത്തുമ്പോൾ ഡെഫിനറ്റ്ലി ബെറ്റർ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ടോ, അതേപോലെ മെഡിക്കൽ കെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 90s 100s വരെ ജീവിക്കാം. അപ്പോൾ ഞാൻ 80 ആണ് എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ മെമ്പറിലെ ആൾ 80 വരെ എങ്കിലും മിനിമം ജീവിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം, ഞാൻ പറഞ്ഞില്ല മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസോ പാർട്ട്ണറോ കുട്ടിയോ അല്ലെങ്കിൽ പേരൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവർക്കും കിട്ടും പകുതി പൈസ. ആൻഡ് ഞാൻ അസ്യൂം ചെയ്ത് അടുത്ത 10 വർഷത്തേക്ക് അവർക്ക് കിട്ടുക. അവർ ജീവിച്ചിരിക്കുക അല്ല, അവർക്ക് ആവശ്യം വരെ 10 വർഷത്തേക്കാണ് ഞാൻ കണക്ക് കൂട്ടിയത്. അപ്പോൾ നമുക്ക് വരിക 20 വർഷത്തിൽ നിങ്ങൾ ആസ് എ മെമ്പർ 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെ നിങ്ങൾക്ക് 8,40,000 കിട്ടിയിട്ടുണ്ടാവും. ഇനി അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ പാസ് അവേ ആയാൽ, നിങ്ങൾ 80-ആം വയസ്സിൽ പോയാൽ അടുത്ത 10 വർഷത്തേക്ക് നിങ്ങളുടെ ഫാമിലിക്കോ ആർക്കെങ്കിലോ അതിൻ്റെ പകുതി പൈസ കിട്ടും അടുത്ത 10 വർഷം, വിച്ച് ഇസ് 2,10,000. അപ്പം നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ റിസീവ്ഡ് എമൗണ്ട് ഈ പെൻഷൻ കാരണം നിങ്ങൾക്ക് 10,50,000 ആണ് നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ആദ്യം ഒരു 21,000 ടോട്ടൽ അടച്ചിട്ടുണ്ട്. അത് കുറച്ച് നിങ്ങൾക്ക് ബേസിക്കലി 10,29,000 കിട്ടിയിട്ടുണ്ടാവും. 350 വെച്ച് മാസം അടച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് 10,29,000 വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, നല്ലൊരു സ്കീമാണ്. ഒറ്റയടിക്ക് നോക്കിയാൽ ഇതിൽ വേറെ റിസ്ക്സോ ഫ്രോഡുകളോ ഒന്നുമില്ല. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ഫാക്സ് പറയാം കേട്ടോ. ഇനി നിങ്ങൾ 50 വയസ്സാകുമ്പോൾ തുടങ്ങുമ്പോൾ എന്താ വ്യത്യാസം നോക്കാം. നിങ്ങൾ 10 വർഷം ഇത് ചെയ്യണം, 60 വയസ്സ് വരെ ചെയ്യണം. വീണ്ടും 350 മാസം, വർഷം 4,200 രൂപയാവും. അത് നിങ്ങൾ 60 വയസ്സ് വരെ എത്ര ചെയ്തിട്ടുണ്ടാവും? 42,000 രൂപ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മന്ത്ലി പെൻഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക 4,025. അപ്പോൾ വർഷം നിങ്ങൾക്ക് 48,300 കിട്ടും. ആൻഡ് 20 വർഷം നിങ്ങൾ ടോട്ടൽ
കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന 80 വയസ്സ് കഴിയുമ്പോൾ, ഓക്കെ, നിങ്ങൾ 80 വയസ്സിൽ പാസ് ഔട്ട് ആവുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 9,66,000 കിട്ടും. അതിൻ്റെ അടുത്തൊരു 10 വർഷത്തിൽ ഫാമിലിക്ക് 2,41,000 കിട്ടും. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കൊരു 12,07,000 പൈസ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ആദ്യത്തെ 42,000 കുറച്ചാൽ നിങ്ങൾക്കൊരു 11,65,000 ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവും, 45 വയസ്സുള്ള ആൾക്കാണെങ്കിൽ, ഇനി ഞാൻ നേരെ വായിക്കുമ്പോൾ നിങ്ങൾ 15 വർഷം നിങ്ങൾ 350 കൊടുക്കണം. നിങ്ങൾക്ക് എത്ര അവസാനം കിട്ടാവുന്നത്? നിങ്ങൾക്ക് ബെനിഫിറ്റ്, നിങ്ങൾക്ക് പൈസ ടോട്ടൽ 13,65,000 കിട്ടിയിട്ടുണ്ടാവും. ബെനിഫിറ്റ് 13,02,000 ആയിരിക്കും. ഇനി നിങ്ങൾ 35 വയസ്സൊരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്? നിങ്ങൾക്ക് 16 ലക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു 15.5 ലക്ഷം, 15 ലക്ഷത്തി മുക്കാൽ, ഒരു 77,000 രൂപേൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. 30 വയസ്സിൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കാം? നിങ്ങൾക്ക് ഏകദേശം 17,11,000 ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾ എത്ര ഏർലി തുടങ്ങും? 25 വയസ്സാണ് നിങ്ങൾക്ക് 18 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. 20 വയസ്സിൽ തുടങ്ങുകയാണ് 19 ലക്ഷത്തി, ആൻഡ് 18 വയസ്സാണെങ്കിൽ ഏകദേശം ആ സെയിം ബെനിഫിറ്റ് ഉണ്ടാവും. ബേസിക്കലി നിങ്ങളൊരു ചെറിയ എമൗണ്ട്, നിങ്ങൾ 60 വയസ്സ് വരെ ഒരു ചെറിയ എമൗണ്ട് ഇട്ടിട്ട് ചിലപ്പോൾ 20,000, 30,000, 40,000, 50,000, 1 ലക്ഷമൊക്കെ നിങ്ങൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കൂടും. പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ച് ബെനിഫിറ്റ് അവസാനം കൂടിക്കോളും. വീണ്ടും ഇതിൽ ഞാൻ കുറേ അസംഷൻസ് ചെയ്തിട്ടുണ്ട്, ഐഡിയൽ അസംഷൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 60 വയസ്സ് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളിത് ക്യാൻസൽ ആവില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം 20 ഇയേഴ്സ്, 20 വർഷം ജീവിക്കുന്ന, അതിനെക്കാട്ടും ജീവിച്ചാൽ വളരെ നല്ലത്, നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ 10 ഇയേഴ്സ് നിങ്ങളുടെ ഫാമിലിയിൽ ഡിപ്പെൻഡൻറ്റിന് കിട്ടുന്നുള്ള അസംഷൻസ് വെച്ചിട്ടൊക്കെയാണ് ഈ കണക്കെടുത്തത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 60 വയസ്സ് വരെ ജീവിച്ചു, 61 വയസ്സിൽ മരിച്ചു പോയാൽ അൺഫോർച്ചുനേറ്റ്ലി, ആൻഡ് നിങ്ങൾക്കാരും ഡിപ്പെൻഡൻറ്റിലേക്ക് ഇതൊന്നും കഥയില്ല. പക്ഷേ ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല, ഒരു ഐഡിയൽ സിനാരിയോ ആണ്. നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടാവും, നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടാവും, അതുപോലെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് നല്ലൊരു കാലം വരെ ജീവിക്കുന്നുള്ള അസംഷൻസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫൈനാൻസിൽ ഞാൻ കുറേ അസംഷൻസ് എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ നല്ലൊരു സംഭവമായിട്ട് തോന്നും. 350 രൂപ നിങ്ങൾ മാസം കൊടുക്കുന്നു. കേരള ഗവൺമെൻറ് നിങ്ങൾക്ക് 60 വയസ്സ് മുതൽ നിങ്ങൾക്ക് നല്ലൊരു പെൻഷനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നു. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഏതൊരു പെൻഷനോ സ്കീമോ എന്താര് പറഞ്ഞാലും നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്യണം. നിങ്ങൾക്കുള്ള ബേസിക് ടൂൾസ് എന്താണ്? നിങ്ങൾക്ക് ഈ പൈസ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും FD എന്നുള്ളത് വളരെ സേഫ് ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വേറെയും കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, പക്ഷേ 60 വയസ്സിൻ്റെ സമയത്ത് നിങ്ങൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കാം, മ്യൂച്വൽ ഫണ്ട്സ് നോക്കാം. പക്ഷേ അതൊന്നല്ല ഇത് ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ഇതിന് ഏറ്റവും ബെസ്റ്റ് കമ്പാരിസൺ സേവിങ്സ് ബാങ്ക് അല്ല, FD ആണ്. ആൻഡ് FDക്ക് ഞാൻ ഒരു 7% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ, 7% ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്തൊക്കെ ഏതാണ് ലാഭകരം. ഈ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പെൻഷൻ സ്കീമും FD, 60 വയസ്സ് വരെ ഞാൻ FD ഇട്ടാൽ, ഈ സെയിം പൈസ ഞാൻ FD ഇട്ടാലും പെൻഷൻ സ്കീമും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതിനുവേണ്ടി ഒരു ചെറിയ കഥ ഞാൻ പറയാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ 55 വയസ്സാണെങ്കിൽ ഞാൻ 5 വർഷം 350 രൂപ മാസം ഞാൻ FDയിലേക്ക് ഇടുന്നു, ഒരു SIP പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിന് പകരം ഞാൻ എൻ്റെ ബാങ്ക് FDയിൽ ഇടുന്നു, 7% കിട്ടുന്നു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് 60 വയസ്സ് FD till 60 at 7%, 7% കിട്ടി. 60 വയസ്സാകുമ്പോൾ എനിക്ക് 27,000 രൂപ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷീറ്റിൽ കണ്ടു, നമ്മൾ 350, ഇയാൾ 55 വയസ്സായ ഇയാൾ 5 വർഷം 350 രൂപ ഇട്ടാൽ 21,000 രൂപയുള്ളൂ. ഇനി അതേ പൈസ ഞാൻ FDയിൽ ഇട്ടുണ്ടായിരുന്നു 25,000 രൂപയെ. ഓക്കെ, കഥ ഇവിടെ തീർന്നിട്ടില്ല. അതേപോലെ 50 വയസ്സുള്ള ആളാണ് 10 വർഷം ഇടുന്നു, 60,000 രൂപയെ. അങ്ങനെ ഇപ്പോൾ 18 വയസ്സുള്ള ഒരു കുട്ടി ആ 350 രൂപ 42 വർഷം ഇട്ടിട്ട് എനിക്ക് എന്താ 10 ലക്ഷം രൂപ ഉണ്ടാവും. ഇനി നമുക്ക് ഈ FD 60 വയസ്സിൽ ഇത്ര പൈസയായി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും പെൻഷൻ സ്കീമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം? പെൻഷൻ സ്കീം നേരെ നമുക്ക് ഇതിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? പെൻഷൻ സ്കീം 60 വയസ്സ് മുതൽ നിങ്ങൾക്കൊരു പൈസ ഓരോ മാസവും ആൻഡ് ഓരോ വർഷമായിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അല്ലേ? 60-ാം വയസ്സിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത്രയും പൈസ ഇതാ പിടിച്ചോ എന്നല്ല ഗവൺമെൻറ് പറയുന്നത്. ഓരോ മാസം ഓരോ വർഷമായിട്ട് തരുന്നത്. അപ്പോൾ ആ പൈസകൾ മൊത്തം എങ്ങനെയാണ് നമുക്ക് 60 വയസ്സിൽ കിട്ടുന്ന FD ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക? അതിനുവേണ്ടി ഞാൻ കുറച്ച് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പ്രസൻറ്റ് വാല്യൂ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഇന്ന് 100 രൂപ വേണോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് 100 രൂപ വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇന്ന് 100 രൂപ കിട്ടിയാൽ അത് നിങ്ങൾക്ക് കൊണ്ടിട്ട് ബാങ്കിലിട്ടിട്ട് FD ഇട്ടാൽ ഒരു 7% റിട്ടേൺ കിട്ടും. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് ഈ ഇന്നത്തെ 100 രൂപ 107 രൂപയാക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം 100 രൂപ കിട്ടുന്നത് നഷ്ടമാണ്. കാരണം ഇന്ന് എനിക്ക് ആ 100 രൂപ എടുത്തിട്ട് ബാങ്കിലിട്ട് വെറുതെ FD ഇട്ട് 107 രൂപയാവും. അപ്പോൾ അടുത്ത വർഷം ഇന്നത്തെ 100 രൂപേൻ്റെ സെയിം ഈക്വൽ വാല്യൂ കിട്ടുന്നെങ്കിൽ എനിക്ക് അടുത്ത വർഷം എനിക്ക് 107 രൂപ ഓഫർ കിട്ടിയാലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഇന്ന് 100 രൂപ അല്ലെങ്കിൽ അടുത്ത വർഷം 107 രൂപ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയാൽ രണ്ടും ഈക്വൽ. കാരണം ഇന്ന് 100 രൂപയും അടുത്ത വർഷം 107 രൂപയും സെയിം വാല്യൂ ആണ്. ഇനി ഈ എക്സാമ്പിളിൽ നമ്മുടെ പെൻഷൻ എങ്ങനെ വർക്ക് ചെയ്യുക? പെൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ 55 വയസ്സായ ചേട്ടനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാസം 3,500 രൂപ കിട്ടുന്നു. വർഷം എത്ര കിട്ടുന്നു? 20 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ പാർട്ട്ണറിന് വേറെ കിട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് വേറെ പൈസ കിട്ടുന്നു. ആൻഡ് ഇതൊക്കെ മൊത്തം എനിക്ക് 10 ലക്ഷത്തിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ കുറേ സമയത്തിനുള്ള, അല്ലേ? ആ പൈസേൻ്റെ ഇന്നത്തെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ അടുത്ത വർഷം 107 രൂപയാണെങ്കിൽ ഇന്ന് 100 രൂപ എന്നുള്ള കാൽക്കുലേഷൻ ചെയ്ത പോലെ തന്നെ ഈ 10
10 ലക്ഷത്തിൻ്റെ മൊത്തം കാൽക്കുലേഷൻ ഞാൻ ഇന്നത്തെ പൈസേൻ്റെ എമൗണ്ട് വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം 60 വയസ്സാവുന്ന ദിവസം നിങ്ങൾക്ക് ഈ 10 ലക്ഷത്തിൻ്റെ മൊത്തം വാല്യൂ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു ആൻഡ് FD ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യണം. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഭയങ്കര കൺഫ്യൂഷൻ ആയില്ലാന്ന് തോന്നുന്നു. ബേസിക്കലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എല്ലാത്തിൻ്റെയും വാല്യൂ ഫ്യൂച്ചറിൽ കിട്ടാവുന്ന 107 രൂപയായിക്കോട്ടെ 200 രൂപയായിക്കോട്ടെ ആ പൈസ ഇന്നത്തെ വാല്യൂവിൽ മൂല്യത്തിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് FD ആയിട്ട് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് FD ആയിട്ട് ക്ലിയർ കമ്പാരിസൺ ചെയ്യാൻ പറ്റും ഏതാണ് ഫിനാൻഷ്യലി നമുക്ക് ബെറ്റർ, ആ പൈസ വെച്ച് നോക്കണം ഏതാ ബെറ്റർ നമുക്ക് നോക്കാം. ഇനി 55 വയസ്സായ ചേട്ടൻ 5 വർഷം 350 രൂപ ഒന്നെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവാസി സ്കീമിലിടുന്നു അല്ലെങ്കിൽ FDയിലിടുന്നു. FDയിലിടുകയാണെങ്കിൽ 60-ാം വയസ്സിൽ ഇയാൾക്ക് 25,000 രൂപ ഉണ്ടാവും. ഓക്കെ, 25,000 രൂപ കയ്യിലുണ്ടാവും ബാങ്കിലാവുമ്പോൾ. ഇനി നമ്മുടെ പെൻഷനിൽ ഇടുകയാണെങ്കിൽ അന്ന് 60-ാം വയസ്സിൽ അയാൾക്ക് എത്ര പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഇത് അയാൾക്ക് കിട്ടാവുന്നത് അയാളുടെ വൈഫിന് അല്ലെങ്കിൽ സ്പൗസിന് കിട്ടാവുന്നത് ആൻഡ് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ലൈഫിൽ മൊത്തം അയാൾക്ക് കിട്ടുക 10,29,000 രൂപ. പക്ഷേ അന്ന് 60-ാം വയസ്സിലുള്ള ആ ദിവസം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8,26,000 രൂപ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് FDനെക്കാട്ടും മച്ച് ബെറ്ററാണ് 55 വയസ്സായ ഈ ചേട്ടന് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് ഇയാൾ പെൻഷനിലേക്കാണ് നോക്കേണ്ടത്. ഇനി ഇതിലും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. 60-ാം വയസ്സിൽ ഇയാളുടെ കയ്യിൽ 8,26,000 രൂപ ഇല്ല, അന്നൊരു പൈസയില്ല. ഇനി കിട്ടാൻ പോകുന്നുള്ളൂ, പക്ഷേ അന്നത്തെ അതിൻ്റെ വാല്യൂ കിട്ടാൻ പോകുന്നതിൻ്റെ പൈസേൻ്റെ വാല്യൂ ആണ് 8,26,000 രൂപ. ഇനി നിങ്ങളെങ്ങനെ ആലോചിക്കും, ഈ FDയിലുള്ള ചേട്ടൻ FDയിലുള്ള ആളുടെ കയ്യിൽ 25,000 രൂപ കയ്യിലുണ്ട്, ബാങ്കിലുണ്ട്, എപ്പോൾ വേണേൽ സ്പെൻഡ് ചെയ്യാം, കുട്ടീൻ്റെ കല്യാണത്തിനായിക്കോട്ടെ വണ്ടിക്കായിക്കോട്ടെ എപ്പോൾ വേണേൽ സ്പെൻഡ് ചെയ്യാം. ഈ പെൻഷൻ കിട്ടാവുന്ന പ്രദേശം മാസം കിട്ടിയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രസൻറ്റ് വാല്യൂ എടുത്തു. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ മൊത്തം കിട്ടാവുന്ന പൈസേൻ്റെ വാല്യൂ അന്ന് 60-ാം വയസ്സിൽ 8 ലക്ഷമാണ്. ഇനി നമുക്ക് നോക്കാം 50 വയസ്സുള്ള ആൾക്ക് 10 വർഷം ഇങ്ങനെ ചെയ്താൽ 2 ഓപ്ഷൻ ഉണ്ട്, കേരള പ്രവാസി ഫണ്ടും അതേപോലെ തന്നെ ഈ ഫണ്ടിലേക്ക് നമ്മുടെ FDയിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കാം, 60-ാം വയസ്സിൽ FDയിലാണെങ്കിൽ 60,000 കയ്യിലുണ്ടാവും, മറ്റേലാകുമ്പോൾ 9 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ്സ് മൊത്തം കിട്ടും അന്നത്തെ മൂല്യത്തിൽ. ഓക്കെ, 60 വയസ്സിലുള്ള മൂല്യത്തിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനെക്കാട്ടും പൈസ കിട്ടും നമുക്കറിയാം. പൈസ നോക്കിയാൽ 50 വയസ്സിലുള്ള ആൾക്ക് ചെയ്യുമ്പോൾ 11 ലാഖിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷെ അന്ന് 60-ാം വയസ്സിൽ അതിൻ്റെ ശരിക്കത്തെ വാല്യൂ എത്ര, ഒരു 9 ലാഖ്. അപ്പം ബേസിക്കലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് നമ്മുടെ പെൻഷൻ സ്കീമാണ് നല്ലത്. ഇനി നമുക്ക് 45 വയസ്സാണെങ്കിൽ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം FD 1 ലക്ഷമായി ആൻഡ് നമ്മുടെ പെൻഷൻ്റെ ബെനിഫിറ്റ് ഇത്ര 10 ലാഖാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ പെൻഷനിലെ ഏതെങ്കിലും വയസ്സുള്ള ആൾക്ക് ഈ FD പൊട്ടിക്കുന്നുണ്ടോ നോക്കിയാൽ. അപ്പോൾ 18 വയസ്സുള്ള ആൾ FD ഇട്ടാൽ തന്നെ 42 വർഷം FD ഇട്ടിട്ടുണ്ടാവും, പക്ഷേ 10 ലക്ഷം ആയിട്ടുണ്ടാവും. പക്ഷേ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന പെൻഷനിലെ ബെനിഫിറ്റ്സ് എത്രയാണ്, 16 ലക്ഷത്തിൻ്റെ കിട്ടും ബെനിഫിറ്റ്സ്. ഓക്കെ, അത് 60-ാം വയസ്സിൽ. അപ്പം ഏതൊരു വയസ്സെടുത്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പെൻഷനാണ് ക്ലിയർലി ബെറ്റർ. ഇനി ഇതിൽ കുറേ അസംഷൻസ് ഉണ്ട്. FD 7% കിട്ടണം തന്നെയല്ല, ചിലപ്പം 6% ആവാം, ചിലപ്പം 7.5%, 8% ആവാം. ആൻഡ് പെൻഷൻ്റെയും ബെനിഫിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ടാണ്. അതും പോരാതെ നിങ്ങൾ 20 വർഷം ജീവിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫാമിലിക്കും 10 വർഷം കിട്ടുന്നുള്ള കമ്പാരിസണിലാണത്. പക്ഷേ ക്ലിയർലി നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ FDനെക്കാട്ടും മച്ച് ബെറ്ററാണ് ഈ 350 രൂപ നിങ്ങൾ മാസം കേരള പ്രവാസി ഫണ്ടിലിടുന്നതിന്. ഇനി നിങ്ങൾ ഈ ചാനലിലെ ഒരു ഫോളോവറാണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ സ്റ്റോക്സിനെ പറ്റി കുറച്ചെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ ആലോചിക്കും നമുക്ക് എന്തിനാണ് FD ഇടുന്നത്, FD ഈസ് നോട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. FD അല്ല ഏറ്റവും ഗ്രോയിങ് ഓപ്ഷൻ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ബെറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ FD അല്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊരു റിട്ടയർമെൻറ്റ് സ്കീം അല്ലെങ്കിൽ നിങ്ങൾ 60 വയസ്സിൽ 50 വയസ്സ് മുതൽ ഉള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, അപ്പം നിങ്ങൾ ഫുൾ പൈസ കൊണ്ടിട്ട് FDയിലോ മ്യൂച്വൽ ഫണ്ടിലോ അല്ല ഐഡിയൽ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി റിട്ടയർമെൻറ്റ് പ്ലാൻ ആയിരിക്കണം, കുറച്ചുകൂടി റിസ്ക് കുറയ്ക്കണം. അതുകൊണ്ടാണ് FD ആയിട്ട് കമ്പയർ ചെയ്തത്. ഇനി അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പാരിസണും കൂടി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടും ഈ റിട്ടയർമെൻറ്റ് പെൻഷൻ സ്കീമായിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചെറുപ്പത്തിലേക്ക് നന്നായിട്ട് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ FDയിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് വയസ്സാകുമ്പോൾ അതൊക്കെ മനസ്സിലാക്കും. പക്ഷേ നമുക്കൊന്ന് വെറുതെ കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ സെയിം പൈസ FDയിലേക്ക് നിങ്ങൾ SIP പോലെ മാസം 350 കൊടുക്കുന്നതിൻ്റെ പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പെൻഷൻ സ്കീമിലേക്ക് 350 രൂപ കൊടുക്കുന്നതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ 60-ാം വയസ്സിൽ ഉള്ള വാല്യൂ കേട്ടോ. അപ്പം FD അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ നിങ്ങൾ ഗുണം എന്താ, അന്ന് നിങ്ങൾക്ക് 60-ാം വയസ്സിൽ ഇത്ര പൈസ ഉണ്ടാവും കയ്യിൽ, പോക്കറ്റിലുണ്ടാവും. പെൻഷൻ സ്കീമിൽ ഭാവിയിൽ കിട്ടാൻ പോകുന്നതിൻ്റെ അന്നത്തെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 55 വയസ്സായ ചേട്ടൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മ്യൂച്വൽ ഫണ്ടിൽ 21,000 ഇട്ടു, റിട്ടേൺസ് കിട്ടി. അപ്പോൾ ടോട്ടൽ ഇത് നോക്കിയാൽ മതി. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 12% പ്രോപ്പർ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഒന്നുമില്ല, പക്ഷേ 12% കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് 28,000 രൂപ. അപ്പം FD വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ടാണ് ബെറ്റർ, കുറച്ച് ബെറ്റർ. ഇനി 50 വയസ്സുള്ള ചേട്ടനാണെങ്കിലോ 60,000 കിട്ടും. ഇവിടെ എത്രയാണ് ഇത്? ഓക്കെ, 78,000 കിട്ടും. പക്ഷേ വീണ്ടും നോക്കേണ്ടത് പെൻഷനിൽ നോക്കിയാൽ ലക്ഷങ്ങളുടെയാണ്, 7, 8, 9 ലക്ഷങ്ങളിലാണ് കളി. ഇനി 45 വയസ്സുള്ള ചേട്ടനോ
പെൻഷൻ ബെറ്റർ. കാരണം 1 ലക്ഷം മ്യൂച്വൽ ഫണ്ടിൽ SIP കിട്ടുള്ളൂ. പക്ഷേ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് ടോട്ടൽ 10 ലക്ഷത്തിന് ബെനിഫിറ്റ് ഉണ്ട്. ഇനി എവിടെയാണ് ഇത് ബെറ്റർ ആവുന്നത്? അപ്പം 40 വയസ്സാണെങ്കിലും കഥയില്ല, 35 വയസ്സാണെങ്കിലും കഥയില്ല. പക്ഷേ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും FDനെക്കാട്ടും മച്ച് ബെറ്റർ ആണ് SIP ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷേ വീണ്ടും ഇറ്റ് ഇസ് എ മച്ച് റിസ്കിയർ ഓപ്ഷൻ. ഇനി 30 വയസ്സായാലും കഥയില്ല, 30 വയസ്സിൽ നമുക്ക് എന്താണ് പെൻഷനാണ് ബെറ്റർ. 25 വയസ്സിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ പെൻഷൻ സ്കീമിനെക്കാട്ടും നല്ലൊരു ഓപ്ഷൻ എന്താണ്? 25 വയസ്സായ ആൾക്ക് ഈ പൈസ കൂടുന്നതിനെക്കാട്ടും വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. നിങ്ങളുടെ കിട്ടാൻ പോകുന്ന ഈ പെൻഷനും അതേപോലെ തന്നെ ഈ FDയും നിങ്ങളുടെ ഇൻകം സ്ലാബായിട്ടുള്ള ഇൻകം ടാക്സ് റേറ്റിലാണ് വരാൻ പോകുന്നത്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ SIP ഇടുന്നത് LTCG, ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, അതായിരിക്കും പൊതുവേ കുറവുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ ടാക്സും കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. അപ്പോൾ കുറച്ചുകൂടി പൈസ നിങ്ങൾക്ക് അവിടെ ലാഭിക്കാം. ആൻഡ് ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ പറ്റും 19 ലക്ഷമാണ് നിങ്ങൾക്ക് SIPയിൽ 35 വർഷം ഇട്ടാൽ കിട്ടാമെന്ന്. ചെറിയ പൈസ ആയിട്ട് 350 വെച്ച് തുടങ്ങിയതാണ്. നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും 1,47,000, പക്ഷേ നിങ്ങൾക്ക് കിട്ടുക എത്രയാണ്? 19 ലക്ഷം. പെൻഷൻ സ്കീമിൽ ഓഫ് കോഴ്സ് 15 ലക്ഷത്തിന് ബെനിഫിറ്റ് ഉണ്ട്. ആൻഡ് FDയിലാണെങ്കിൽ ഒന്നുമില്ല, 6 ലക്ഷം ഉള്ളൂ. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 20 വയസ്സുള്ള ആളെ ഡെഫിനറ്റ്ലി SIPന്ന് നിങ്ങൾ തുടങ്ങണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും പെൻഷനിൽ 16 ലക്ഷത്തിന് ബെനിഫിറ്റ് ഉള്ളൂ. ആൻഡ് ഇവിടെ നോക്കിക്കാം, ഇവിടെ 18 വയസ്സുള്ള ആൾ SIP തുടങ്ങുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് തുടങ്ങുകയാണെങ്കിൽ 12% ഗ്യാരണ്ടീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 43 ലാക്സ് ഉണ്ടാക്കാം. FD ഈസ് വേസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് പെൻഷൻ ആണെങ്കിൽ 16 ലക്ഷം. ഇനി നിങ്ങളിത് ആലോചിക്കേണ്ടത് ഞാൻ എല്ലാം പൈസയും കൊണ്ടിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണോ ചെയ്യേണ്ടത്? അല്ല. ഈ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1-2 ബിരിയാണി മാസത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഓഫ് കോഴ്സ് അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും കുറേ ആൾക്കാർക്ക്, നിങ്ങൾക്ക് ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾ അത് ഒരു ഗ്യാരണ്ടീഡ് ഒരു പെൻഷൻ സ്കീമായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റൺ ചെയ്യാം. അത് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം, നിങ്ങൾക്ക് ഒരു 350 രൂപയും കൂടി മാറ്റി വെക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നന്നായിട്ട് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ, ആ 350, ഞാൻ സെയിം കണക്ക് 350 രൂപ എടുത്തുള്ളൂ. ആ 350 നിങ്ങൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നേരത്തെ മുതൽ ഇട്ട് തുടങ്ങാൻ നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ബോൾഡാക്കി ഇതും ഉണ്ടാക്കാം, SIP ത്രൂ മ്യൂച്വൽ ഫണ്ട്സിൽ കൂടി ഉണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പെൻഷൻ സ്കീം സൈഡ് ബൈ സൈഡ് വേറെയും ചെയ്യാം. അപ്പോൾ രണ്ടും കൂടി കൂട്ടി കിട്ടും. അപ്പോൾ ഒരു സേഫായ ഒരു ഗ്രോത്തും ഉണ്ടാവും, നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടാവും. അതേപോലെ തന്നെ SIP കൂടെ നിങ്ങളുടെ ഉള്ള പൈസ നന്നായിട്ട് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ലോങ് ടേമിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിസ്കി സംഭവമുണ്ട്, ഒരു സേഫായ സംഭവമുണ്ട്, നന്നായിട്ട് വളരും. അതൊക്കെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കോഴ്സിൽ മ്യൂച്വൽ ഫണ്ട് സമയത്ത് മൊത്തം കാര്യം വെറും 6 hours പഠിപ്പിച്ചിരുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ മാസ്റ്റർ ചെയ്ത പോലെ ആയിരിക്കും. ബിഗിനർ ആയിക്കോട്ടെ, അഡ്വാൻസ് ലെവലായിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ NRI20 എന്നുള്ള കോഡ് ഉപയോഗിക്കുക. താഴെ ലിങ്ക് ഉണ്ട്. അപ്പോൾ മറക്കണ്ട, NRI20 ഉപയോഗിച്ച് നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ടാവും. ഈ ഓഫർ ആദ്യത്തെ 100 ആൾക്കാർക്ക് മാത്രമാണ്. അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തോ, NRI20 ഉപയോഗിക്കുക. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി മൊത്തം പഠിക്കാം. ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ നിങ്ങൾ കേരള പ്രവാസി പെൻഷൻ സ്കീമിനെ പറ്റി മൊത്തം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഏതാണ് ബെറ്റർ, FD ആണോ മ്യൂച്വൽ ഫണ്ട് ആണോ, ഈ സ്കീമാണോ ബെറ്റർ ആണെന്ന് എന്താണെന്ന് കണ്ടു, എങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് കണ്ടു, എത്ര ബെനിഫിറ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഒരു കമൻറ്റ് ലീവ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന NRK അഥവാ NRIകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, 55 അല്ല 50 വയസ്സുള്ളവർക്ക് ഏറ്റവും ബെനിഫിറ്റ്. നിങ്ങൾ 20,000 അല്ലെങ്കിൽ 40,000 ഇട്ടിട്ട് നിങ്ങൾക്ക് 10 ലക്ഷങ്ങളുടെ ബെനിഫിറ്റ്സ് ആണ് കിട്ടാവുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതാരും മിസ് ഔട്ട് ചെയ്യരുത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ലൊരു സ്കീമാണത്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഓർക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ആക്കുക, NRIകൾക്കൊക്കെ എത്തട്ടെ. ആൻഡ് ഡെഫിനറ്റ്ലി മറ്റ് NRI വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പ്രോപ്പറായിട്ട് പഠിക്കാൻ ഡെഫിനറ്റ്ലി കോഴ്സ് ചെക്കൗട്ട് ചെയ്യുക. NRI20 കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട.